പ്രിയമുള്ള നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആനാട് ഡിവിഷനിലെ വോട്ടർമാരെ, ഞാൻ നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച BS അനീഷ് എരിയുന്ന പന്തം ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത്. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വന്നത്, ഞാൻ ഒരു മത്സരിക്കണമെന്നും ഒരു ഉദ്ദേശ രീതിയിലല്ല വന്നത്. പക്ഷേ നമ്മളോട് കാണിച്ചിട്ടുള്ള നെറുകേടിനെതിരെ മാത്രമാണ് ഞാൻ മത്സരിച്ചിട്ടുള്ളത്. ആ മത്സരത്തിൻ്റെ ഫലം എനിക്ക് ഉറപ്പായിട്ടും നിങ്ങൾ വോട്ടായിട്ട് തന്നു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, ഇത്രയും വോട്ട് ലഭിക്കുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ മത്സരിക്കുമ്പോൾ ഒരു പ്രവർത്തനം ഒന്നും ഒരു ഭാഗത്തുനിന്നും നടന്നിട്ടുമില്ല, ഒന്നുമില്ല. ഒരു പ്രവർത്തന കാര്യങ്ങൾക്കൊന്നും ഒന്നും നടന്നിട്ടുമില്ല. എന്നിട്ട് പോലും എന്നെ ഈ നമ്മുടെ നല്ലവരായ ആനാട് ഡിവിഷനിലുള്ള വോട്ടർമാർ എന്നെ അംഗീകരിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ ഇതിനേക്കാളും നല്ല രീതിയിലുള്ള വോട്ട് ശതമാനം കൂട്ടാൻ പറ്റും എന്നുള്ള കാഴ്ചപ്പാടിലാണ് എൻ്റെ ഒരു വിശ്വാസവും. ഒപ്പം ഞാനിപ്പോൾ ഇതിൽ വന്നതെന്ന് വെച്ചാൽ, എനിക്ക് പല തരത്തിലുള്ള ഭീഷണികൾ പല ഭാഗത്തുനിന്നും ഉണ്ട്. കാരണം ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും അത് കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും അതിനോടൊപ്പം തന്നെ അവർക്ക് ഇങ്ങനെ ഒരു തോൽക്കുകയും ജയിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ എനിക്ക് പല സൈഡിൽ നിന്നുള്ള ഭീഷണികളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു ലൈവിലേക്ക് വരുന്നത്. എന്നിരുന്നാലും ശരി, എന്നെ ആ ഭീഷണിയൊക്കെ ഞാൻ പുച്ഛത്തോട് തന്നെ തള്ളിക്കളയുന്നു. നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും. അതിൻ്റെ ഒരു വ്യക്തതയോടുകൂടി തന്നെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയമുള്ള എന്നെ സഹായിച്ച ആനാട് ഡിവിഷനിലുള്ള പ്രിയ വോട്ടർമാരെ, നിങ്ങൾക്ക് 1000 നന്ദി. ഞാൻ വിചാരിക്കാത്ത രീതിയിലുള്ള വോട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അടുത്ത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടും ആനാട് ഡിവിഷൻ മാറി അരുവിക്കര നിയോജകമണ്ഡലത്തിനകത്ത് കൃത്യമായിട്ടും ഈ ഭീഷണിയൊക്കെ മറികടന്ന് ഞാൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെനിക്ക് വോട്ട് ചെയ്യണം. നമുക്ക് ഈ പറഞ്ഞതുപോലെ 3 വലിയ മുന്നണികളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ 3 വലിയ മുന്നണി, ഇവരുടെ ധൂർത്തും പണത്തിൻ്റെ അഹങ്കാരവും നമ്മൾ കണ്ടതാണ്. എല്ലായിടവും ഇത്രയും നമ്മൾ വിചാരിക്കുന്ന, ഞാൻ ഇപ്പോഴും കൂട്ടി അതിന് പറയാണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം പണത്തിൻ്റെ ഹുങ്കാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ഒരു പിടി അന്നം വാങ്ങിച്ച് കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. പക്ഷേ ഇവരതൊന്നുമല്ല ചെയ്തത്. അവർക്ക് കിട്ടേണ്ട വോട്ട് എങ്ങനെ സമാഹരിക്കുക, അതിനു വേണ്ടിയുള്ള ധൂർത്തും കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പാവങ്ങൾക്ക് ഈ ധൂർത്തിൻ്റെ ഒരു അംശം കൊടുത്തുന്ന എത്രയോ പാവങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുകയാണ്. എത്രയോ പാവങ്ങൾ ഒരു നിവർത്തിയും ഇല്ലാതെ എത്രയോ പേര് കിടക്കുകയാണ്. അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള ഈ ചിലവാക്കാത്തവർ അതുപോലും ചെയ്യാതെ ഇവർ ഇത്രയും ധൂർത്ത് കാണിച്ചിട്ടുണ്ടല്ലോ. ഫ്ലക്സായിട്ടും പബ്ലിസിറ്റി ആയിട്ടും പ്രചരണമായിട്ടും അഭ്യർത്ഥനയായിട്ടും എന്തെല്ലാം പൈസയാണ് മുടക്കിയിട്ടുള്ളത്. ഇതാണോ ഒരു ജനാധിപത്യം? ഇതാണോ ഒരു നമ്മൾ ചെയ്യേണ്ട വോട്ടിൻ്റെ മഹത്വം എന്ന് പറയുമ്പോൾ? കിട്ടണവർ കിട്ടും, അല്ലാത്തവർ ഒന്നുമല്ല. പക്ഷേ ഈ പൈസ ഉണ്ടെങ്കിൽ ഈ കൃത്യമായിട്ട് ഇവർ ഇത്രയും മുടക്കിയ എത്രയോ പാവങ്ങൾക്ക് അവർക്കൊരു ഒരു നല്ല രീതിയിൽ ഒരു പാവങ്ങൾക്ക് എത്രയോ പേർക്ക് ഇവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ അതൊന്നുമല്ല ഇവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും സമൂഹത്തിൻ്റെ മുമ്പിൽ പബ്ലിസിറ്റി ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വോട്ട് പിടിച്ച് ജയിക്കുക, ഞങ്ങളുടെ കാര്യം നോക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകയാണ് ഇന്ന്. ആ ഉദ്ദേശത്തോട് നിന്നതിൻ്റെ ഇടയിൽ മാത്രമാണ് ഞാനും ഒരു എളിയനായിട്ട് ഞാനും മത്സരിച്ചത്. പക്ഷേ എന്നെ ജനങ്ങൾ അംഗീകരിച്ചു. എനിക്ക് വ്യക്തമായിട്ടുള്ള വോട്ട് ജനങ്ങൾ തന്നു. ആ ജനങ്ങൾ തന്നതിൻ്റെ വോട്ടിൻ്റെ നന്ദി ഞാൻ നേരത്തെ പറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അതോടൊപ്പം തന്നെ വരുന്ന നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പിൽ, അരുവിക്കര നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പിൽ, കേരളത്തിൽ വരുന്ന അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വന്നത്. അപ്പോൾ അരുവിക്കര നിയോജകമണ്ഡലത്തിനകത്ത് ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ കൃത്യമായിട്ട് ഉണ്ടാവും. ഭീഷണികളും കാര്യങ്ങളും ഉണ്ട്, എന്നെ നല്ല ഭീഷണികളും കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ വകവയ്ക്കുന്നില്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് മുന്നോട്ട് ഇറങ്ങും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിപ്പം നിർത്തുന്നു. കൃത്യമായിട്ടും വരുന്ന നിയോജകമണ്ഡലത്തിന് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ കൃത്യമായിട്ട് അരുവിക്കര നിയോജകമണ്ഡലത്തിനകത്തു നിന്നും ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ ജനവിധി തേടും. അപ്പോൾ അവിടെ എന്നെ
ഈ സഹായിച്ച എല്ലാ വോട്ടർമാരും എന്നെയും സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇവരുടെ പണത്തിന് ഹുങ്കിനുള്ള അഹങ്കാരത്തിന് തിരിച്ചടി നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ച് കൊടുത്തിരുന്നെങ്കിൽ എന്തോ അന്തസ്സുണ്ടായിരുന്നു. പക്ഷേ അതുപോലും ചെയ്യാതെയാണ് ഇവർ ഇത്തരം നമ്മൾ കണ്ടതാണ്. വണ്ടികളും വാഹനങ്ങളും പോയി ഒന്നും പറയണ്ട. അത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, ആ ഒരു പൈസ ഉണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവൻ്റെ ഒരു അന്നം നടത്താനുള്ള പൈസ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാം. അതുപോലും ചെയ്യാതെയാണ് ഇവർ നമ്മുടെ വീടാന്തരം വന്ന് വോട്ട് ചോദിക്കുന്നത്. ഇതിന് നമുക്ക് എന്താണെന്നൊരു ഒരു തിരിച്ചടി കൊടുത്തേ ഒക്കുള്ളൂ. അതിനുമായിട്ട് നമുക്ക് അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അരുവിക്കര നിയോജകമണ്ഡലത്തിൽ ഒരു പൊതു സ്വതന്ത്രൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ വീണ്ടും ഉണ്ടാവും. അതിന് ഈ അരുവിക്കര നിയോജകമണ്ഡലത്തിനകത്തുള്ള എല്ലാ വോട്ടർമാരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും കൃത്യമായിട്ട് തന്നെ അരുവിക്കര നിയോജകമണ്ഡലത്തിൽ കൃത്യമായിട്ട് എന്നെ ഉറപ്പോടുകൂടി പറയാം, ചങ്കുറപ്പോടുകൂടി പറയാം. ഞാൻ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കര നിയോജകനെ പ്രതികരിച്ച് പൊതു സ്വതന്ത്രനായിട്ട് ഞാൻ വീണ്ടും ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൻ്റെ പരിപൂർണ്ണ സപ്പോർട്ടും പരിപൂർണ്ണ അംഗീകാരവും നിങ്ങൾ എനിക്ക് ജില്ലാ ഡിവിഷനിൽ തന്നതുപോലെ തന്നെ എനിക്ക് തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. അരുവിക്കര നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പ് അവിടെ നമുക്ക് വീണ്ടും കാണാം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.